പപ്പ പോയില്ലേ? മോളെ, കുറച്ചു ദിവസം കൊണ്ട് നീ അങ്ങ് ഉണങ്ങിപ്പോയല്ലോ. ഇവര് 3 നേരം കഴിക്കാനെങ്കിലും വല്ലതും തരണ്ടോ? എന്തോന്ന് പപ്പ, അവര് പട്ടിണി പാവങ്ങളൊന്നും അല്ല. മോള് മിണ്ടാത്ത വന്ന് വണ്ടി കയറി, ആരും അറിയത്തില്ല. മോള് വന്നില്ലെങ്കിൽ മമ്മി പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ടാ. പപ്പ എന്തോ തമാശ പറയുന്ന? തമാശ നീയല്ലേ കാണിച്ചത്. UK മമ്മിയുടെ റിലേറ്റീവിനെ കല്യാണം കഴിപ്പിക്കാൻ നിൽക്കുമ്പോഴേ നീ ഇങ്ങനെ ഈ ചക്കനെ കൂടെ ഇറങ്ങി വന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തോണ്ടാ എനിക്കിപ്പോ വിഷ്ണുവായിട്ട് ഇറങ്ങി വരണ വന്നത്. മോളെ, നീ ഇത്ര മണ്ടിയായി പോയല്ലോ. ഒന്ന് വാ, വീട്ടിലേക്ക് പോവാൻ. നീ ഇവിടെ നിൽക്കണ്ട. അതെ, നിനക്ക് യാത്ര ചെയ്യാൻ ഇവിടെ നല്ല വെഹിക്കിൾ ഉണ്ടോ, നല്ല ഫുഡ് ഉണ്ടോ? ഇതൊക്കെ വിട്. ആ വിഷ്ണു ഹണിമൂൺ എന്നും പറഞ്ഞ് ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് നിന്നെ കൊണ്ടുപോവോ? വെറുതെ എന്തിനാ ഇവിടെ കിടന്ന് നരയിക്കണം മോളെ. നീ വാ. നമ്മുടെ ഫാമിലി കിട്ടാത്ത ഒരു കാര്യം എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പപ്പ. എന്തോന്ന്? വിഷ്ണുവിന്റെ സ്നേഹം, അല്ല പ്യുവർ ലവ്. ഈ പ്യുവർ ലവ് 3 നേരം കഴിക്കാൻ പറ്റില്ലല്ലോ മോളെ. ജീവിതത്തിൽ പൈസക്ക് പൈസ തന്നെ വേണം. യു നീഡ് ക്യാഷ്, അണ്ടർസ്റ്റാൻഡ്? മണി ഈസ് എവറിത്തിങ്. കുറച്ച കഴിയുമ്പോഴേ നിനക്കിത് മനസ്സിലാവും. വിതിൻ എ ഫ്യൂ ഡേയ്സ് നിനക്ക് ഇവിടുത്തെ ജീവിതം മതിയാവും. ഹലോ, പോയില്ലേ? എന്റെ മോളോട് എനിക്കൊന്നും പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചൂടെ? അതിപ്പോ ഇവിടെ തൽക്കാലത്തിന് ബുദ്ധിമുട്ടാണ്. ചേർക്ക, എന്റെ മുഖത്ത് നോക്കി ഇതുവരെ ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ സംസാരിച്ചില്ലേ? ആദ്യമായിട്ടാ. ചേട്ടന്റെ വൈഫിന്റെ പപ്പ എന്ന രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെയെങ്കിലും സംസാരിക്കുന്നത്. ശരിക്കുള്ള ഞങ്ങൾ സംസാരം കേട്ടോണ്ടല്ല ഇവിടുന്ന് ഓടും. നിങ്ങളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി നല്ല തറ പാർട്ടീസ് ആണെന്ന്. എന്റെ മോൾക്ക് വേണ്ടിയിട്ടേ ഞാൻ നിങ്ങളെക്കാളും തറയാവാൻ തയ്യാറാ. ഇത് മിക്കവാറും ഇന്ന് എല്ലാവരുടെയും വായിരിക്കുന്ന കേട്ടിട്ടേ പോകൂ. എന്നോട് വാശി വേണ്ട, അത് നിങ്ങക്ക് നല്ലതല്ല. കുറെ നേരമല്ലോ നിങ്ങൾ ഭീഷണിപ്പെടുത്തത്. എന്നാ പിന്നെ അത് കാണി, ഞാൻ കണ്ടോളാം. നിങ്ങളെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഞങ്ങൾ ഇവിടെ ഒന്ന് ഷോ കാണിക്കാനാണ് പരിപാടിയെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യും. ഇവിടെ വന്ന് സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറിയെന്ന് പറഞ്ഞിട്ട്. അല്ല, ഞാനവിടെ അപമര്യാദയായിട്ട് പെരുമാറിയ? ഭീഷണിപ്പെടുത്തിയില്ലേ? എപ്പോ? അത് ലേശമല്ലേ, കുറച്ച് ലേശമാണെങ്കിലും കുറെ ആയാലും ശരിയല്ല, ഞങ്ങൾ വിളിച്ച് പറയാം. ഇനി ഇവിടെ നിന്നാ ചാലക്കൽ കുടുംബത്തിലെ ഹൈ ക്ലാസ് ബിസിനസ് മാൻ നാണം കെടും. ഞാൻ പോവാ. പക്ഷെ ഞാൻ തോറ്റെന്ന് കരുതണ്ട. ഞാൻ ആരാണെന്ന് നിങ്ങൾ വഴിയേ അറിയും. അപ്പൊ പ്ലീസ് പപ്പ. ഓക്കെ, ഞാൻ പോവാ. നീ അമ്മയെ പറയാനുള്ള മൊത്തം എന്നെ പറഞ്ഞു. എല്ലാവർക്കും ദേഷ്യം എന്നോടാണല്ലോ. ഇവിടെ കണ്ടില്ലേ, ഒരാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എവിടെയാണെന്ന് പോലും അറിയില്ല, വിളിച്ചിട്ടും കിട്ടണില്ല. ബാക്കിയുള്ള ടെൻഷൻ ആർക്കും അറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അമ്മ ആ കൊച്ചിന്റെ അച്ഛൻ്റെ ഇതേ കുറെ ഗുണ്ടകളായിട്ട് ഇവിടെ കയറി ഇറങ്ങുക. ഇപ്പൊ അത് നമ്മൾ തന്നെയാണ് സഹിച്ചുകൊണ്ടിരിക്കണേ. അച്ഛനിപ്പോ എന്നെ വിളിക്കണ പോലും ഇല്ലല്ലോ. അച്ഛനും എന്നോടാണല്ലോ ദേഷ്യം ഇപ്പോ. എല്ലാവരുടെയും വിചാരം എന്താണെന്നറിയാമോ, ഞാൻ മനഃപൂർവ്വം അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചെന്നാ. ഞാൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നീ അത് മാറ്റാനൊന്നും പോണ്ട. സങ്കടപ്പെടണ്ടാമ്മ. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ അന്തരീക്ഷം അങ്ങോട്ട് മാറും. മനുഷ്യന്മാരല്ലേ, എത്ര നാളാന്നും പറയും ദേഷ്യവും വാശിയൊക്കെ വെച്ചുകൊണ്ടിരിക്കണേ. ഇപ്പൊ നിങ്ങൾ അച്ഛനെ എവിടെ പോയി തപ്പാനാ? നിങ്ങൾ അച്ഛനെ എവിടെയാണെന്ന് നെയ്യാറ്റിക്കിന്റെ കണക്ക് പോലും അറിയില്ല. നിങ്ങൾ അച്ഛന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? എന്നെ തീതിയിട്ടിക്കുക. അതിനുവേണ്ടി ഈ കാണിച്ചു വിടണേക്ക. എവിടെയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പകുതി സമാധാനമായനെ. എന്റെ അമ്മ അച്ഛൻ അമരവേളയിലോ നാഗർകോവിലോ ചെന്ന് നിൽക്കുന്നുണ്ടാവുമ്മ. എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ 3-4 ദിവസത്തേക്കുള്ള അച്ഛൻ നമ്മളെ പിരിഞ്ഞു നിൽക്കാനൊന്നും പറ്റൂല. ഇവിടെ ഒരു തടിമാടുണ്ടല്ലേ, വന്നു കഴിഞ്ഞാൽ ഉടനെ ഭാര്യയുടെ പറ്റം പിടിച്ചിരിക്കാതെ പോയി തപ്പാൻ പറയണം എവിടാന്ന് വെച്ചാ. ഒറ്റ വീക്കാരോട്ടാ ഒരു അവസരം കിട്ടിയപ്പോ ചേട്ടനൊക്കെ എന്താണ് വിളിക്കണേ നീ? ഒന്നുമില്ലമ്മ, അത് പെട്ടെന്ന് രീതിയിലങ്ങ് പറഞ്ഞു പോയതാ. ഒന്നാമത് അച്ഛടില്ല, ഭയങ്കര സങ്കടമായിട്ടിരിക്കുക അമ്മ. അമ്മ ഒരു കണക്കിന് പറഞ്ഞാൽ അച്ഛൻ പറയണ കറക്റ്റാണ്. ഈ കുടുംബം എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റിലങ്ങ് പോണതാ. ചെറിയൊരു പാളിച്ച പറ്റിയാലും. അമ്മ അച്ഛൻ എവിടെയാന്ന് നമ്മൾ ഇന്നും കൂടെ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യമ്മ? അച്ഛൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് മെയിൻ വിഷയം. മാ എന്താ ഒന്നും മിണ്ടാന്ന് നിൽക്കണേ? ഞാൻ എന്ത് വേണ്ടാനാ ലച്ചു? എന്ത് എന്താ? അതല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താന്ന്. ഞാൻ ഇവിടെ കേറി വന്നപ്പോ വേറെ ആരും ചോദിച്ചില്ലല്ലോ എന്താന്ന്. ചേട്ടാ, ചേച്ചി എന്താ പറയാമെന്നാണ് പറയട്ടെ. ഇതിൽ കൂടുതൽ എന്തോന്ന് പറയാ ഇവിടെ? എന്റെ പൊന്നു കേശു ഒന്നും മിണ്ടാരിയടാ. ഒന്നാമത് ടെൻഷൻ അടിച്ച് പ്രാന്തായി തുടങ്ങി. അറിയാലോ, അച്ഛൻ എന്ത് ചെയ്താലും എക്സ്ട്രീമാ ചെയ്യത്തുള്ളൂ. അതാ പേടി. എന്ത് പേടി? എടാ ഒന്നുമില്ലടാ,
നിനക്കറിയാൻ പാടില്ല അച്ഛന്റെ സ്വഭാവം, എന്ത് ചെയ്യാനും മടിക്കൂല. ലച്ചുവേ ഒന്ന് മിണ്ടായിരിക്കും പിള്ളേരെ, കേട്ടിട്ട് നെഞ്ചു പടപട ഇടിക്കുകയാണ്. നീലമ്മ, ഞാൻ കാരണം ഇവിടെ എന്തൊക്കെ പ്രശ്നമല്ല ഉണ്ടാകുന്നത്. ഓ അതിപ്പോഴാണ് മനസ്സിലായത്. വലത് കാലം എടുത്തു വെച്ച് വീട്ടിൽ വന്ന് കയറി അന്ന് തുടങ്ങി വീട്ടിൽ കലിപ്പ്. നല്ല എരണം. എടോ അയ്യേ കരയണ, ഇത്രയോട്ടൊന്ന് സങ്കടം വന്നാ? അവന്റെ സ്വഭാവം അറിയാൻ പാടില്ല, അവനങ്ങനെ പലതും പറയാതെ മൈൻഡ് ചെയ്യണ്ട. ഇത് വാടേ ഇത്. അല്ല അതിനിപ്പോ ഞാൻ കരാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛനിവിടെ ഇവിടെ അങ്ങോട്ട് എവിടെ പോയെന്ന് അറിയാത്ത വിഷമത്തിന് ഞാൻ എന്തോ വിളിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. കരേണ്ട കാര്യമൊന്നുമില്ല. ഇത് ചുമ്മാ നമ്പർ അമ്മ, ബാക്കിയുള്ളവരുടെ മനസ്സിൽ പിടിച്ചു പറ്റാൻ വേറെ സൈക്കോളജിക്കൽ മൂവ്. നിർത്തണമെന്ന് ദേവോണ് കേശു, ഇത് ശരിയല്ല കേട്ടാ. ഞാൻ എന്റെ കെട്ടിയോന്റെ വീട്ടിലെ ഇതേപോലെ കരഞ്ഞോണ്ട് നിന്ന് നിനക്ക് സഹിക്കോ? ആ വന്ന് കത്തിക്കും വീടോടെ. ആ എന്നാലേ അതേപോലത്തെ ഒരു പെങ്കൊച്ച പോയതും. ഇതൊക്കെ അവനെ അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല, ഇതെല്ലാം അവനറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ, അവൻ അച്ഛനെ പോലെ കാണിക്കുക. അപ്പൊ കേശു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തമ്മ? നിനക്ക് ഇതൊക്കെ സഹിച്ചിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഇറങ്ങിപ്പോയിക്കോ ഇവിടെ നിന്ന്. അമ്മ ആ കൃഷ്ണനത് വിഷമായി. അച്ഛനോട് അമ്മ